ഹലോ ഗായ്സ്, പറയും അസ്മിയെ കൂടെ സ്കൂളിൽ വന്നു. പറയും ഇനി എന്താ പറയാനുള്ളത്? പറയും എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? സൂപ്പർ. എന്നിട്ടോ ഈ പറയും എന്താണ് അതിലെന്താ? അതവിടെ കിടന്നോട്ടെ. ഇത് പറയും ഞാനുണ്ടായിരുന്നു. ടീച്ചർ ഇന്ന് എന്താ പറഞ്ഞേ? കോഴിക്കോട്ടേക്ക് പോയെന്നൊക്കെ ചോദിച്ചാ? പിന്നെ പറഞ്ഞോട് നോക്കിയിട്ട് പറയാം. പിന്നെ ഇതെന്താ പറഞ്ഞേ? കൂട്ടുകാരോടൊക്കെ പറഞ്ഞ ഞങ്ങൾ ടൂർ പോയിന്ന്. എന്നിട്ടോ അവരൊക്കെ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? പിന്നെ നമുക്ക് വാങ്ങിയത് കാണിച്ചു കൊടുക്കണ്ടേ? ആദ്യം സാധനം വന്നിട്ടുണ്ടല്ലോ വീട്ടിപ്പുറം പോയപ്പോ. അപ്പം ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറേ എത്താത്ത വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വന്ന ക്ഷീണത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ രാവിലത്തെ ബസ്സിന് പോന്നു. അസ്മിക്കുട്ട സ്കൂളൊക്കെ പോയി സ്കൂൾ വിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുറ്റിപ്പുറമൊക്കെ ഒന്ന് പോയി കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അവർക്ക് പൊരിക്കടി വാങ്ങിയത്. അപ്പോൾ അതെന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ അതെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വ്ളോഗിൽ കാണിച്ചിരുന്നു ചെരുപ്പ്. ഇത് കണ്ട നല്ല അടിപൊളി. ഇതിപ്പോൾ ഞാൻ ഇട്ട് കണ്ടാട്ടോ വന്നത്. കാല് പൊട്ടിയ കാരണം ഞാൻ ഇട്ട് കണ്ട വന്നത്. വേണ്ട നല്ല ലെതറിൻ്റെ ഇത് നല്ല സ്പോഞ്ച് പോലെ കേട്ടോ. എന്താ നല്ല സ്പോഞ്ച് പോലെയാണ്. അതിനകത്ത് ഇവിടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. എന്താ സ്റ്റോണാണ് കേട്ടോ. ഇതിന് എത്രയെന്ന് അറിയോ? 150 രൂപ ഉള്ളൂ കേട്ടോ ചെരുപ്പിന്. പിന്നെ എൻ്റെ കറക്റ്റ് സൈസിൽ എനിക്ക് കിട്ടും ചെയ്താൽ അതന്നെ വലിയൊരു ഉപകാരം. എനിക്ക് കറക്റ്റ് സൈസ് കിട്ടാത്തൊരു പാടില്ല. അപ്പോൾ ഇത് 150 രൂപയുടെ ഇതുണ്ടോ ചെരുപ്പ്. നല്ല ഭംഗിയില്ലേ? ഇത് പിന്നെ ഞങ്ങളെ കൊണ്ട് ചെറുതെ. ഇനി അടുത്തതെന്ന് പറയാനൊരു ബാഗാണ്. ഇത് കണ്ടേ? ഇത് കുറച്ച് അത്യാവശ്യം വലിയ ബാഗാണ്. അപ്പോൾ എനിക്ക് വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇട്ടാക്കാൻ പറ്റിയ നല്ലൊരു വലിയൊരു ബാഗാണ് കേട്ടോ. അത്യാവശ്യം ബാഗുണ്ട്. ഇതിന് 200 രൂപയുള്ളൂ കേട്ടോ. വേണ്ട ഇത് എവിടെ ഒരു അറുണ്ട്. പിന്നെ വേറെ 2 അറ. പിന്നെ ഇത് വേറെ അങ്ങനെ മൊത്തത്തിൽ 3 അറുണ്ട് കേട്ടോ. 200 രൂപ ഇതിൻ്റെ പ്രൈസ്. ഇത് ലെതറാണ്. നല്ല ക്വാളിറ്റിയുള്ള ലെതറല്ല, പക്ഷെ എന്നാലും നമ്മുടെ 200 രൂപക്ക് വേർത്താണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെന്താണ് എനിക്ക് അസ്മിക്കുട്ടനക്ക് കാണിക്കാനുള്ളത്? ഞാൻ എൻ്റെ ഇടയിൽ ഒരു മഗ് എന്ന് വാങ്ങി പറയണ ഒരു ചായക്കപ്പ്. ഇത് വലിയൊരു ചായക്കപ്പ് വാങ്ങിയിട്ട് അതേ കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് വന്നു ഒരു ചേർത്താൻ തുടങ്ങി. പിന്നെ അത് അടുത്ത ഇതാണ്. അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടോ. അപ്പോൾ അതെ ഒരു മഗ്. ഇതിന് 30 രൂപ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ അത്യാവശ്യം വലിയ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ പല കടയിൽ നിന്ന് ചായ ഒക്കെ കൊല്ലാൻ വേണ്ടി വാങ്ങിയാണ് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുടിക്കാം. പിന്നെ അതെ ഇതിനും 30 രൂപ ഉള്ളൂ കേട്ടോ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ MRP 99 രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് എത്ര രൂപ ഉണ്ടായിരുന്നു? 100 തന്നെ തോന്നുന്നു അല്ലേ? ഇതിന് 100 തന്നെ തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. MRP അത്രയാണ് കൊടുത്തിട്ടുള്ളത്. എന്താ നല്ല മാങ്ങൻ്റെ ഷേപ്പ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. പേപ്പറല്ലേ സ്പൂണും എന്താ നല്ലൊരു മാങ്ങ അടിപൊളിയായിട്ടുണ്ട്. കുടിച്ചോ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയ്താണ്. ഇത് എനിക്ക് കടയൊക്കെയുള്ള ടു ലിസ്റ്റ് ചെയ്താണ് കേട്ടോ. പിന്നെ എവിടെ തന്നെ വൈപ്പർ. പിന്നെ വാങ്ങിയത് അതെ അസ്മിക്കുട്ടക്ക് ഇനി വെക്കേഷൻ വരില്ല. അപ്പോൾ ഞാൻ അവർക്ക് കളറുകളുണ്ട്. അപ്പോൾ കളറ് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. പിന്നെ ഒരു ഇത് വാങ്ങി, സോപ്പിൻ്റെ ഇത് വാങ്ങി. പിന്നെ അവർക്കൊരു ടൺ ക്ലീനർ വാങ്ങി കേട്ടോ. ഞാൻ കണ്ടോ ടൺ ക്ലീനറാണിത്. ബ്രഷ് ഉണ്ടോ? ടൺ ക്ലീനറാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടാണ്. പിന്നെ ഒരു ടിഷ്യൂ. പിന്നെ അത് വൈപ്പർ. ടിഷ്യൂ അല്ലത്. ഇത് വൈപ്പർ എന്നാണ് പറയാം. ഇതിന് 10 രൂപ ഉള്ളൂ കേട്ടോ. ഇതിന് എത്രയെന്ന് നിൽക്കാറില്ല. ഇത് 20 രൂപ ഉള്ളൂ തോന്നുന്നു. ഇത് 30. ഇത് 10 രൂപയാണ് കേട്ടോ ഒന്നിന്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ വാങ്ങിയത് എന്താണ് മുട്ട. പിന്നെ ഞാനൊരു കീ ചെയിന് വാങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിമേട്ടു അല്ലാതെ ചായമേട്ടു കീ ചെയിന്. അപ്പോൾ പിന്നെ ഞാനൊരു ബാഗും കൂടി വാങ്ങിയത്. അത് ഉമ്മാക്ക് കൊടുത്തിട്ട് അമ്മക്ക് വാങ്ങിയിട്ട് ഞാൻ ഉമ്മാക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കോഴിക്കോട്ടിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കേട്ടോ. അത്രയ്ക്കുള്ളൂ. പിന്നെന്താ? അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ അല്ലേ?
ചായ കിട്ടാ ചായ കിട്ടാ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ ആവാന്ന് വിചാരിച്ചു. എന്നിടാ പിന്നെ ഓക്കെ ഓക്കെ. അപ്പോൾ അതെ ഞാൻ പഴംപൊരിയും പിന്നെ മുട്ട ബജി വാങ്ങിയത് കേട്ടോ. മുട്ട ബജിൻ്റെ ആളാണ് അസുഖത്തെ. അപ്പോൾ അത് വാങ്ങി. ഇപ്പോൾ കുറേ ദിവസമായി ഇതൊക്കെ കഴിച്ചിട്ടില്ലേ. നോമ്പായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെന്താ, ചായ ഇല്ല. ഉപ്പ കട തുറക്കാത്തതുകൊണ്ട് ചായ ഇല്ല കേട്ടോ. തൽക്കാലം നമുക്ക് പച്ചവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ ബൈ ബൈ. സി യു. ഓക്കെ ഓക്കെ.